ഞണ്ടിനി റെഡിയാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ഇനി വാങ്ങിക്കാണ്ടിരിക്കണ്ടേ. ഈ ഞണ്ട് നമ്മൾ വാങ്ങി വീട്ടിൽ തന്നെ റെഡിയാക്കി അതൊന്ന് കറി വെച്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഇരിക്കും. അത് ടേസ്റ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ ഞണ്ട് നന്നാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു തരാം. ഇത് ഒരു പെൺഞണ്ടാണ്. കണ്ട, പെൺഞണ്ടിൻ്റെ ഈ ഭാഗത്ത് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ഇത്തിരി ഡാർക്ക് കളറായിരിക്കും. ആൺഞണ്ടിൻ്റെ ആ ഭാഗം നല്ല വൈറ്റ് കളറായിരിക്കും. ഈ പെൺഞണ്ടാണ് കഴിക്കാനായിട്ട് നല്ല സ്വാദ്, അത്യാവശ്യം മാംസമൊക്കെ ഉണ്ടാവുന്നത്. ഇതിൽ തന്നെയാണ് പിന്നെ പൊന്ന്, നല്ല ചുവന്ന കളറുള്ള പൊന്നൊക്കെ ഉണ്ടാവും. ഈ വാവൊക്കെ അടുത്ത് വരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതായത് അതിൻ്റെ മുട്ടയാണ്. ആദ്യം ഇതിൻ്റെ ആ ചെറിയ കാലുകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റാം. അത് ഇത്തിരി വലിയ ഞണ്ടാണെങ്കിൽ നമുക്ക് ആ കാലുകളും കറി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇപ്പം ഇതിൻ്റെ ആ ഇറക്കുകാൽ അതും കൂടി അങ്ങോട്ടെടുത്ത് മാറ്റിയിട്ട് നമുക്കിനി ആ ഞണ്ട് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം ഞണ്ട് പൊളിക്കേണ്ടത് ആദ്യം കണ്ട ഈ ഭാഗത്താണ് ഞണ്ട് പൊളിച്ചെടുക്കേണ്ടത്. ഈ സൈഡ് കറക്റ്റായിട്ടൊന്ന് വലിച്ച് കുറച്ച് ബലം പ്രയോഗിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള സാധനം, പിന്നെ ആ ബ്രൗൺ കളർ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും അവർ നന്നാക്കി അത് കളയും. ഇത് ഞാൻ എടുക്കാറുണ്ട്. ഇതൊക്കെ കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞണ്ട് കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലും ഒരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ അത് എടുക്കണം. പിന്നെ ഇതിൻ്റെ സൈഡിൽ കണ്ട ആ സൈഡിലുള്ള ഇത് കളയണം. ചെറിയ നാര് പോലെയുള്ള സാധനം രണ്ട് ഭാഗത്തും ഉണ്ടാവും. അതാണ് അതിൽ നിന്ന് മെയിനായിട്ട് കളയാനുള്ള. ആ വായയുടെ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് അതുണ്ടാവും. അതെല്ലാം എടുത്ത് പറിച്ച് കളയണം. ഇതെല്ലാം കളയുമ്പോഴേക്കും ആ കളഞ്ഞ ഭാഗത്ത് കുറച്ച് ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം മാത്രം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും നല്ല പൊന്നുള്ള ഞണ്ടാണ്, പെൺഞണ്ടായതുകൊണ്ട് അതെല്ലാം പോവും. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയുമ്പോഴേ അതെല്ലാം ഞണ്ട് റെഡിയാക്കുന്നതിന് മുമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകണം. 2-3 പ്രാവശ്യം നല്ല വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് വെള്ളമൊഴിച്ച് കഴുകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പൊന്ന അതൊന്നും പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും.